ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്ന കൂട്ടുകാരാണ് നമ്മുടെ പെറ്റൂണിയ പൂക്കളെ. ഇന്ന് നമുക്ക് നമ്മുടെ പെറ്റൂണിയ ചെടികളുടെ കുറച്ച് വിശേഷങ്ങൾ പങ്കിടാമേ. പണ്ട് മലയാളത്തിന് 1200-ന് 1200 വാങ്ങിച്ചൊരു വ്യക്തിയാണ് ഞാൻ. നമ്മുടെ +2ൻ്റെ സ്കോറാണ് കേട്ടോ പറയുന്നത്. ഡിഗ്രിക്കും തത്തുല്യമായി തന്നെ മലയാളത്തിന് ഞാൻ കുറച്ച് മുന്നിലായി തന്നെ നിന്നു. മാതൃഭാഷ ആയതുകൊണ്ടാണോ എന്നറിയില്ല കേട്ടോ, മലയാളം എന്നും എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു. ഇത് നമ്മുടെ ഒരു അറ്റാക്കാണ് കേട്ടോ, സ്പൈഡർ അറ്റാക്കാണെന്ന് തോന്നുന്നു. നമ്മുടെ ലീഫിൽ ഇങ്ങനെ എന്തെങ്കിലും കുത്തുകൾ വന്നു കഴിഞ്ഞാൽ അന്നേരമേ മനസ്സിലാക്കണം നമ്മുടെ പ്ലാന്റ്സിന് എന്തോ ഒരു പെസ്റ്റ് അറ്റാക്ക് ഉണ്ടെന്ന്. നമ്മുടെ പെറ്റൂണിയ ചെടിക്ക് ഫംഗൽ ഇൻഫെക്ഷന് പുറമേ കൂടുതലും പെസ്റ്റ് അറ്റാക്കാണ് കേട്ടോ ഉണ്ടാകുന്നത്. ഇത് നമ്മുടെ ഐവറി പെറ്റൂണിയാണ്. ഇപ്പോൾ എല്ലാവരും ട്രെൻഡിങ് ആയ ബീട്രൂട്ട് പെറ്റൂണിയുടെ പിറകെ ഓടുകയാണ് കേട്ടോ. ഇതും ഈ ഒരു പെറ്റൂണിയ, അതായത് ഐവറി പെറ്റൂണിയും അടിപൊളിയാണ് കാണാൻ. ഈ ഒരു കളറിൽ തന്നെ നിന്നിട്ട് ഒരു ബ്ലാക്ക് കളറിലേക്ക് ഇത് പതിയെ മാറും. ഇതൊരു ബ്ലാക്ക് പെറ്റൂണിയയുടെ പ്ലാന്റ് ആണ് കേട്ടോ. ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് ചെറുതായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. നമുക്ക് ബ്ലാക്ക് ഈ ഒരൊറ്റ പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഏതോ ഒരു ഷോർട്ട് വീഡിയോ തപ്പിയിട്ട് വന്നിട്ട് നമ്മളോട് ബ്ലാക്ക് പെറ്റൂണിയ ചോദിക്കുന്നവരോട് നമ്മളതിൽ ഇല്ല കേട്ടോ പ്ലാന്റ് സെയിൽ ചെയ്യാനായിട്ട്. ഇത് വന്നിട്ട് നമ്മളെ ഡബിൾ പെറ്റൽ വൈറ്റ് ആണ് കേട്ടോ. ഒത്തിരി ആഗ്രഹിച്ച് കിട്ടിയൊരു പ്ലാന്റാണ് വൈറ്റ്. ഇതിൻ്റെ ഒരു വലിയ പ്ലാന്റിൻ്റെ ഉണ്ടായിരുന്നു, ഒരു 750 എന്തോ കൊടുത്തിട്ട് വാങ്ങിയ പ്ലാന്റ്. അതെൻ്റെ കൈമോശം വന്നു പോയി. അപ്പോൾ അടുത്ത് ഞാൻ സ്പെയറായിട്ട് കൊണ്ടുവന്ന പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റ്. നമ്മുടെ സിംഗിൾ വൈറ്റും ഡബിൾ പെറ്റൽ വൈറ്റും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഏതിനാ ഭംഗിയെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പ്ലാന്റിനെ അങ്ങ് വളർത്തി എനിക്കൊരു ചെറിയ വട്ട് മാതിരിയായി വന്നിട്ടുണ്ട്. എപ്പോഴും പൂക്കൾ കാണണം എന്നൊരു ടെൻഡൻസി എനിക്ക് ഭയങ്കര കൂടി വന്നിരിക്കുകയാണ്. കാരണം പൂക്കളെ കാണാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് എനിക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മുടെ മൊബൈൽ ഫോണിനേക്കാളും കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തരുന്നത് ഈ ഒരു പ്ലാന്റ്സും ഫ്ലവേഴ്സും ഒക്കെ കാണുമ്പോഴാണ്. പ്ലാന്റ്സ് ഏതായാലും കേട്ടോ, ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ്സ് കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത്. എനിക്ക് എന്തോ ഇങ്ങനെയൊക്കെ ഒന്ന് തൊട്ട് തലോടാനായിട്ട് ഒരു ടെൻഡൻസി ഉള്ളിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. നമ്മുടെ കുട്ടികളെ പോലെയാണ് എനിക്ക് പ്ലാന്റ്സിനെ കാണുമ്പോഴേ. ഇത് നമ്മുടെ ഡബിൾ പെറ്റൽ വയലറ്റ് ആണ് കേട്ടോ. ഒത്തിരി പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ വന്ന് പോയിട്ടുണ്ട് ഈ ഒരു ഡബിൾ പെറ്റൽസിൻ്റെ. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാനൊരു പ്ലാന്റിനെ കട്ട് ചെയ്ത് സാഫിൽ വെച്ചിരിക്കുകയാണ്. കാരണം ഇൻഫെക്ഷൻ വന്നിട്ട് ആ പ്ലാന്റ് പോയിട്ടുണ്ട്. നമ്മുടെ പെറ്റൂണിയയ്ക്ക് പെസ്റ്റ് അറ്റാക്ക് ഒരുപാട് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷനും ഉണ്ടാവാറുണ്ട്. ഫംഗൽ ഇൻഫെക്ഷനേക്കാളും കൂടുതൽ പെസ്റ്റ് അറ്റാക്കാണ് ഉണ്ടാവാറുള്ളത് കേട്ടോ. സ്പൈഡർ മൈറ്റ്, മീലി ബഗ്സ്, അതുപോലെ വൈറ്റ് ഫ്ലൈസ്, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഈ ഒരു പ്ലാന്റ്സിനെ അറ്റാക്ക് ചെയ്യുകയും. ഇത് നമ്മുടെ ഐവറി പെറ്റൂണിയ കേട്ടോ. എടുത്ത് ഞാൻ പറഞ്ഞൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. അത്ര ഭംഗിയാണ്. ഇത് റെഡ് കളറിൽ വന്നിട്ട് ഡാർക്ക് ടോണിലോട്ട് വന്നിട്ട് ബ്ലാക്കിലോട്ട് മാറും. ഈ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ നമുക്ക് റെഡ് കളർ ഫ്ലവറും കാണാൻ പറ്റും, ബ്ലാക്ക് കളർ ഫ്ലവറും കാണാൻ പറ്റുകയും. കറക്റ്റായിട്ട് ഇതിൻ്റെ ഭംഗി അറിയാത്തവരാണ് ഈ ഒരു പ്ലാന്റിന് പുറകെ ഇങ്ങനെ ഓടാത്തത്. ഞാൻ റീസെൻ്റായിട്ടൊരു വീഡിയോ കണ്ടിരുന്നു. 149 ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ നമ്മുടെ ഈ ഒരു പ്ലാന്റ് കൊടുക്കുമെന്ന് അവർ പറഞ്ഞിരുന്നപ്പോൾ ആ ഒരു പ്ലാന്റ് ഭയങ്കര റേറ്റ് ആണെന്നൊക്കെ പറയുന്നത് കണ്ടായിരുന്നേ. ഇത് ഈ ഒരു കളറിലേക്കാണ് ചേഞ്ച് ചെയ്ത് വരുന്നത് കേട്ടോ. ആ റെഡിൽ നിന്ന് ഈ ഒരു ബ്ലാക്കിലോട്ടാണ് ഈ ഒരു പ്ലാന്റ് ചേഞ്ചായി വരുന്നത് കേട്ടോ. സീഡ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ 149 കൊടുക്കാമെന്ന് പറഞ്ഞ സമയത്ത് ഭയങ്കര റേറ്റാണ്, 40 റുപ്പീസിന് കിട്ടും എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. പക്ഷേ ഒരിക്കലും ഇല്ല കേട്ടോ. ഒരു 100 റുപ്പീസിന് മുകളിലാണ് ഈ ഒരു പ്ലാന്റിൻ്റെ സാപ്ലിങ്സ് എല്ലാവരും സെയിൽ ചെയ്യുന്നത്. എങ്ങനെ പോയാലും ഒരു 80 റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് വാങ്ങിക്കുമ്പോൾ 180 ആവും. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും ആ ഒരു പ്ലാന്റ് വാങ്ങിക്കുന്നത് വർത്താണെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഏതാ ഐഡി എന്നൊന്നും ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ജസ്റ്റ് ഞാനിങ്ങനെ അത് കണ്ടപ്പോൾ ഒന്ന് ഇൻഫോം ചെയ്ത് പോയതാണ്. ഭയങ്കര ഭംഗിയാണ്. കിട്ടുമെങ്കിൽ എന്തായാലും വാങ്ങിച്ച് വയ്ക്കണം. ഇപ്പം ഞാൻ തന്നെ സെയിൽ ചെയ്യണമെന്നില്ല കേട്ടോ. ആരെയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാലും ഈ ഒരു പ്ലാന്റ് വാങ്ങി വയ്ക്കുക. അത്ര സൂപ്പർ പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് പ്രൊവൈഡ് ചെയ്യുവേ. അപ്പോൾ നമ്മൾ ഇതിന് പെസ്റ്റ് അറ്റാക്കിന് കൊടുക്കുന്നത് ഇടയ്ക്ക് സാഫ് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ എക്സോഡസ് കൊടുക്കണം, അല്ലെങ്കിൽ മാജിക് പോലുള്ള എന്തെങ്കിലും പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുക.